സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ മരിച്ച ഗർഭസ്ഥ ശിശുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. ശവപ്പെട്ടിയുമേന്തി പ്രതീകാത്മകമായി മാതാപിതാക്കൾ പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, ഈ പോസ്റ്റ്മോർട്ടം നടത്താനാണോ മെഡിക്കൽ കോളേജ് അധികൃതർ വൈകിയത്? എന്താണ് പ്രതിഷേധത്തിന് കാരണം? എന്തായിരുന്നു സംഭവം? ഇപ്പോഴത്തെ വിവരങ്ങളടക്കം. ജിംഷ, തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഗർഭസ്ഥ ശിശുവിന്റെ മരിച്ച സംഭവത്തിലാണ് കുടുംബം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം വൈകുന്നു എന്നാരോപിച്ചാണ് കുടുംബം ആശുപത്രിക്ക് സമീപത്ത് തന്നെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ശവപ്പെട്ടിയുമായി എത്തിയാണ് കുടുംബം ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നത്. എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ഗർഭസ്ഥ ശിശുവിന്റെ ശരീരം വിട്ടു നൽകണമെന്നായിരുന്നു ബന്ധുക്കൾ ആരോപിച്ചത്. മോർച്ചറിക്ക് മുമ്പിൽ ശവപ്പെട്ടിയുമായി കുടുംബം പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ ആശുപത്രി അധികൃതർ തയ്യാറായിരിക്കുന്നത്. കുട്ടിയുടെ മരണത്തിന് കാരണം തൈക്കാട് ആശുപത്രിയാണെന്ന പിതാവിന്റെ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴക്കൂട്ടം സ്വദേശിയായ ലിബു പവിത്ര ദമ്പതികളുടെ 8.5 മാസം പ്രായമായ ഗർഭസ്ഥ ശിശുവാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും തുടർ നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുക. അജിംഷാദ്, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയോ മാതാപിതാക്കൾ? അജിംഷദ്, ഈ പോസ്റ്റ്മോർട്ടം എത്രയും പെട്ടെന്ന് നടത്തണമെന്നതായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. അത് നടക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി കുടുംബം രംഗത്തെത്തിയത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം വൈകിട്ട് എത്ര ദിവസമായാണ് ഗർഭസ്ഥ ശിശു മോർച്ചറിയിൽ കഴിയുന്നത്? സൂര്യഗായത്രി, എത്ര ദിവസങ്ങളായിട്ടാണ് മോർച്ചറിയിൽ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം വെച്ചിരിക്കുന്നത്? സൂര്യഗായത്രി, അജിംഷാദ് 4 ദിവസമായിട്ട് ഈ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താതെ കുടുംബത്തിന് വിട്ടു നൽകാതെ വെച്ചിരിക്കുന്നു എന്നതാണ് പരാതി. 4 ദിവസമായിട്ട് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം വൈകിപ്പിക്കുന്നതിനെതിരെയായിരുന്നു കഴക്കൂട്ടം സ്വദേശിയായ കുഞ്ഞിന്റെ പിതാവ് കൂടിയായ ലിബു പ്രതിഷേധം അറിയിച്ചത്. ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിന് കാരണം തൈക്കാട് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടറുടെ അനാസ്ഥയാണെന്ന് ലിബു നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ സംഭവത്തിലാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 17-ാം തീയതി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ എത്തിയതാണ് ലിബുവും ഭാര്യ പവിത്രയും. 8.5 മാസം പ്രായമായ പവിത്രയുടെ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല. 4 ദിവസമായി പോസ്റ്റ്മോർട്ടം നടത്താത്തതിനെ തുടർന്ന് ലിബുവും കുടുംബവും മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുമ്പിൽ ശവപ്പെട്ടിയുമായി കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയായിരുന്നു. പ്രതിഷേധത്തെ തുടർന്നാണ് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയത്. എന്നാൽ അവിടെയും ചില നടപടിക്രമങ്ങൾ മനഃപൂർവ്വം തടഞ്ഞു വെക്കുകയാണ്, പോസ്റ്റ്മോർട്ടം വൈകിപ്പിക്കുകയാണ് എന്ന് ഈ കുഞ്ഞിന്റെ പിതാവ് നേരത്തെ ആരോപിച്ചിരുന്നു. തൈക്കാട് ആശുപത്രിയിൽ നിന്നുള്ള ഈ മാതാവിന്റെ ചികിത്സാ വിവരങ്ങൾ കിട്ടിയാലേ പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയൂ എന്ന നിലപാടിലായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതർ. കഴിഞ്ഞ 16-ാം തീയതി തൈക്കാട് ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ പരിശോധന നടത്താതെ വിട്ടതാണ് ഇത്തരത്തിൽ ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിന് കാരണമായതെന്നാണ് കുടുംബം ആരോപിച്ചിരുന്നത്. ഈ ലിബുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. അജിംഷാദ്. ശരി സൂര്യഗായത്രി. മറ്റു വാർത്തകളിലേക്ക്. മന്ത്രിസ്ഥാനത്തിന് വേണ്ടി NCPയിൽ തർക്കം രൂക്ഷമാകുന്നു. മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് കുട്ടനാട് MLA തോമസ് കെ തോമസ് ഇടതുമുന്നണിക്ക് വീണ്ടും കത്ത് നൽകി.